ചില കല്യാണ വീട്ടിൽ വേണ്ടാത്ത കാര്യങ്ങൾ, ഡാൻസും അതും ഇതൊക്കെ നടക്കുന്നുണ്ടാവും. വീട്ടിനാഥൻ ആരെയിരിക്കും? അയാൾ നല്ല നിസ്കരിക്കുന്ന, തലക്കെട്ടുള്ള അല്ലെങ്കിൽ താടിയുള്ള അല്ലെങ്കിൽ പലവട്ട ഹജ്ജ് ചെയ്ത അങ്ങനത്തെ ആൾക്കായിരിക്കും. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തിനാണ് പിന്നെ ഹജ്ജിക്ക ഇതെല്ലാം, ഇത് എല്ലാം ഹറാമല്ലേ, എന്ത് ചെയ്യുന്നേ? മക്കള് കേൾക്കുന്നില്ല, മക്കള് പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാനതിനോടൊന്നും യോജിപ്പില്ല. അപ്പോൾ ആരോടായി സ്നേഹധികം? മക്കളോടായി. ഈ മക്കളോട് പറയേണ്ടത് എന്താണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന് എതിരായ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ ചെയ്തോ. ഞാനില്ല, ഞാൻ ഇറങ്ങിയിട്ട് പോകാം. നിങ്ങളെ പാട്ടും ഡാൻസും കളിയും അങ്ങനെ എല്ലാം കഴിയട്ടെ, ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് വരാം, ഞാൻ പോലും. അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഹറാമില്ലാത്ത മകരം ഞാൻ നടത്തൂ എന്ന് പറയാൻ ധൈര്യമുള്ളവനാരുണ്ട്? അങ്ങനെയുള്ള ആളുടെ ഹൃദയത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്ത് സ്വന്തത്തേക്കാൾ മക്കളെക്കാൾ അധികം ഉണ്ടോ? മദ്ഹിന്റെ മജ്‌ലിസ് ഉണ്ടാക്കും, മൗലിദും കഴിക്കും, ബൈത്തും പാടും, പാട്ടും പാടും, മദ്ഹ് പാടും. പക്ഷെ അപ്പുറത്ത് പോയാൽ വേറെ തന്നെ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനോട് എതിരായ കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ മിണ്ടാ മനസ്സില്ല. അവിടെ പേടി, മക്കളെ പേടി, അല്ല പെണ്ണുങ്ങളെ പേടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അയൽവാസികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക്, ചങ്ങായിമാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആരോടാണ് സ്നേഹം അധികം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ല മക്കളോടും കൂട്ടുകാരോട്? ആരോട്? ഈ മനുഷ്യന്റെ ഈമാൻ എങ്ങനെയല്ല? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിശ്വാസം ഉണ്ടോ? മൗലിദിന്റെ മജ്‌ലിസ് മാത്രം നടത്തിയാൽ മതിയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് അത് ഹൃദയത്തിൽ വേണ്ടേ? മഹബത്ത് ഉണ്ടെങ്കിൽ ആ നബി കൊണ്ടുവന്ന ദീന് അതിന് എതിരാവുന്ന അവൻ ആരായിരുന്നാലും فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ പാട്ട് സഹീഹ് മുസ്ലിമിൽ പറയൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് സമ്മതം കൊടുത്തിട്ടാണ് പാടുന്നത്. നീ കുറച്ച് പാട്ട് പാട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് പറഞ്ഞു. പാടാൻ എന്ത് പാടും? താങ്കളുടെ മദ്ഹ് ഞാൻ പാടും. ആയിക്കോട്ടെ, ഞാനതിന് പറ്റും, ഞാൻ പാടാൻ. എനിക്ക് നല്ല പാട്ടറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബാക്കളോട്, ഹസ്സാൻ ഒരു ചെയർ വെച്ചു കൊടുത്തു. എവിടെ? മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ. അങ്ങനെ ചെയർ വെച്ച് അവിടെ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹ് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഹസ്സാനെ നീ സഹായിക്കുക അല്ലാഹ്. അങ്ങനെ ഹസ്സാൻ പാടാൻ തുടങ്ങി. ആ പാട്ടിലാണ് പറഞ്ഞത്, فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء. എന്റെ മാതാപിതാക്കൾ, എന്റെ സ്വന്തം ശരീരം, എന്റെ സർവസ്വവും അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അതിനെ ഞാൻ എല്ലാം വിട്ടു. എനിക്കത് പ്രശ്നമേ അല്ല. മാതാപിതാക്കൾ അല്ലാഹുവിന്റെ നബിയുടെ മഹബത്തിന്റെ വിഷയത്തിൽ എന്നോട് എതിരാണെങ്കിൽ അവരെനിക്ക് വേണ്ട, എന്റെ മക്കൾ എനിക്ക് വേണ്ട. എന്റെ അഭിമാനം എനിക്ക് പ്രശ്നമല്ല. എന്റെ അഭിമാനം അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ്.
ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാട്ടുപാടി എവിടെ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ മദീനത്തെ പള്ളി മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ നബി അവിടെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആലയുടെ ചാൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിനോട് ദുആയിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച് നീ സഹായിക്കണേ ഹസ്സാനെ. അല്ലാഹുവിന്റെ നബിക്ക് വേണ്ടി അല്ലാഹുവിന്റെ നബി കൊണ്ടുവന്ന ആ ദീനിനോട് എതിരാവുന്ന കാര്യം ആര് ചെയ്താലും അവരോട് സ്നേഹമില്ല, അവിടത്തേക്ക് മുറിച്ച് കളയാ. മൗലിദ് വേണ്ട, സലാത്ത് വേണ്ട, അല്ലാഹു നബിയുടെ മദ്ഹ് പറയുന്നത് വേണ്ട എന്ന് പറയും. സ്വന്തം മക്കളാണെങ്കിൽ വേണ്ട, നീ പോയിക്കോ, എന്റെ കൂടെ നീ വേണ്ട, എന്റെ കൂടെ നീ വേണ്ട, ഞാൻ പഠിപ്പിക്കുമോ, ഞാൻ പോകൂല, നീ പോകില്ല, ഞാൻ പോയിക്കോളാം, നീ എനിക്ക് വേണ്ട. ഇതാണ് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.